ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ മഞ്ഞൊക്കെ കണ്ടോ, കിടിലല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്നിട്ട് കോളിഫ്ലവർ എടുത്ത് കറിയൊക്കെ വെച്ചിട്ട് എനിക്കിന്ന് പുറത്ത് പോകണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. സ്കൂളിലത്തെ ആനുവൽ ഡേ ഒക്കെയാണ്, അപ്പോൾ അതിന് പോകണം. പിന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സോളോ മൂവി ഡേറ്റിനൊക്കെ പോകണമായിരുന്നു. അങ്ങനെ 2025 എനിക്കത് സാധിച്ചു ഗൈസ്. ഞാൻ ഇതിന് മുന്നേ 2024 തോന്നു പോയത്. അപ്പോൾ രാവിലെ തന്നെ അമ്മ കിടിലൊരു സാമ്പാർ വെച്ചു. അപ്പം ഞാൻ അതിന് കടുകൊക്കെ വറുത്തിടാൻ ഇങ്ങനെ അമ്മ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ കടുകൊക്കെ വറുത്തിട്ടിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാടൻ കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് നല്ലൊരു പണി കിട്ടി. ഗ്യാസൊക്കെ തീർന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇൻഡക്ഷനിൽ വെച്ചിട്ട് എന്തായാലും ഇന്ന് കറി വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു വറുത്തിട്ട് കറി വെക്കാം. അപ്പോൾ ആദ്യം ഇതിനകത്തിലെ ഈ പുഴുവും അഴുക്കുമൊക്കെ കാണുന്നതുകൊണ്ട് ഞാനത് മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളവും ഉപ്പും ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചു. അതായത് തിളപ്പിച്ചിട്ടാണ് വെക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം വെച്ച് അതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് മാത്രമേ ഈ കോളിഫ്ലവർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ചീത്തയാണ്. കാരണം ഇത് നിറയെ ഇങ്ങനെ വെള്ള പുഴുക്കൾ കാണും, നമ്മളത് ശ്രദ്ധിക്കത്ത് പോലുമില്ല. അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലിയുടെ പരിപാടികൾ നോക്കുവാണ്. ഇഡ്ഡലി വെക്കാനുള്ളവരോടെ അങ്ങനെ ഇഡ്ഡലിയൊക്കെ സെറ്റായി. നമ്മളിങ്ങനെ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ നേച്ചറൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് താങ്ങിയും തൂങ്ങിയും നിന്നിട്ട് എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടമുള്ളൂ. പെട്ടെന്ന് പണിയെടുത്താൽ പെട്ടെന്ന് പണി തീരില്ലേ. രാവിലെ തന്നെ ആമിക്കുട്ടിയും സഫ്നാത്തും ഒക്കെ ക്രിസ്മസ് പ്രോഗ്രാം ആയത് കാരണം രാവിലെ റെഡിയായിട്ട് പോവുകയാണ്. ആമി വെള്ള ഫ്രോക്കൊക്കെ ഇട്ട് ക്യൂട്ട് കുട്ടിയായിട്ട് ഇരിക്കുന്നില്ലേ. പിന്നെ പുറത്ത് വന്ന് ഫോട്ടോ സെഷനായിരുന്നു. രണ്ടാളുടെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ തിരിച്ചു കയറി വന്നപ്പോഴത്തേക്ക് നമ്മുടെ സംഭവം സെറ്റായി. ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നല്ല കളറല്ലേ, നല്ല രസമുണ്ട്. നല്ല മഞ്ഞ കളർ, മഞ്ഞ പൂവ് പോലുണ്ട്. എല്ലാം കഴുകി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചതച്ചിട്ട് അതിനകത്തിട്ട് ഇതിനകത്തെല്ലാം മസാലയൊക്കെ ചേർത്തിട്ട് അതിന് സെറ്റാക്കി എടുക്കണം. മസാല ചേർത്ത് കുറച്ച് നേരം വെച്ചിട്ട് വറുത്തെടുക്കാനാണ് പ്ലാൻ. അപ്പോൾ അതൊക്കെ ചതച്ചിട്ട് ഇനി അതെല്ലാം കുഴച്ച് എടുക്കണം. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ ആവശ്യമില്ലാത്ത ലോകത്തുള്ള എല്ലാ മസാലകളും ഇട്ടിട്ട് അതെല്ലാം ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇളക്കുന്നത് സ്പീഡിൽ കണ്ടിട്ട് വരാം. പിന്നെ എന്തൊക്കെ ഇട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി വേണ്ട, മസാലപ്പൊടി അങ്ങനത്തെ സാധനങ്ങളാണ്. ഓക്കെ, ഞാൻ സ്പീഡിലിടട്ടെ. പിന്നെ കുരുമുളക് പൊടി ഇട്ടു, മീറ്റ് മസാല ഇട്ടു, അങ്ങനെ എല്ലാം ഞാൻ ഇട്ടു ഗൈസ്. എല്ലാം ഇട്ട് കുഴച്ച് യോജിപ്പിച്ചെടുത്തു. ആ സൈഡിൽ ഇരിക്കുന്നത് ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കിയതാണ്. അത് അടച്ച് വെക്കാൻ മറന്നുപോയി. അതിന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടച്ച് വെക്കത്തുള്ളൂ. കുക്കറിൽ വെച്ചപ്പോഴാണ് പണി കിട്ടിയെന്ന് ഞാൻ സത്യത്തിൽ മനസ്സിലാക്കിയത്. കാരണം കുക്കറില്ലാതെ വേറൊരു സംഭവം ഇൻഡക്ഷനിൽ ഇരിക്കുന്നില്ല. അപ്പോൾ ഇത് വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോയിട്ട് മനസ്സിൽ ചിന്തിച്ച പോലും ആയിട്ട് വന്നിട്ടില്ല ഈ കറി. വറക്കാൻ നോക്കി പണ്ടാരം വറക്കാൻ പറ്റുന്നുമില്ല. ആകെ മൊത്തം അവസ്ഥയായി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എല്ലാം വഴറ്റി എടുത്തിട്ട് ലാസ്റ്റ് അടച്ച് വെച്ച് കുറച്ച് ക്യാരറ്റ് സവാളയൊക്കെ ഇട്ടിട്ട് എല്ലാം വഴറ്റി എടുത്ത്. പിന്നെ എല്ലാം ക്ലീനിങ് പരിപാടിയായിരുന്നു. വേഗം ക്ലീനിങ് എല്ലാം തീർത്തു. 10 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു. 10:30 കഴിഞ്ഞിട്ടും ആണ് എൻ്റെ പണി കഴിഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ ആവി ഒക്കെ വരാൻ വേണ്ടി വരും. ഇതാണെങ്കിൽ ഭയങ്കര താമസമായിരുന്നു. ഭയങ്കര താമസിച്ചിട്ടാണ് ഈ കറി ആയത്. പിന്നെ എൻ്റെ മുറ്റം തൂക്കാനും അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് ഞാൻ 10:30 കഴിഞ്ഞെന്ന് തോന്നുന്നു മൂവിക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ വീടിനടുത്തല്ല മൂവി. എനിക്ക് ഇവിടുന്ന് പിന്നെ പത്തനാപുരം പോകണം. അതാണ് അതിലും വലിയ ട്വിസ്റ്റ്. ഞാനത് കഴിഞ്ഞിട്ട് ഒരു വെടിയിൽ വിട്ട് എൻ്റെ പൊന്നേ. വഴി പിന്നെ നേരത്തെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ വഴി നേരത്തെ കണ്ടു വെച്ചത് കൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. ഇവിടെ കുപ്പവാറിൽ ഇല ഫുള്ള് കൊഴിയൽ കാരണം ഒരു ചുമട് കുപ്പയായിരിക്കും എനിക്ക് എന്നും തൂത്തുവാരി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം വാരി കൊണ്ടിട്ട് ഡെയിലി കത്തിക്കലാണ് എൻ്റെ പരിപാടി. ഡെയിലി ഇത്രയും കുപ്പ എവിടെ നിന്നാണ് മനസ്സിലാവാത്തത്. ഇതെല്ലാം കത്തിച്ചിട്ട് വേണം എനിക്കൊന്ന് പോയി കുളിക്കാൻ. എല്ലാം ലാഗടിച്ച് വീഡിയോസൊക്കെ ലാവിഷായിട്ട് എടുക്കുന്നത്. ഒരു ചിന്തയില്ല എനിക്ക് പോയി സിനിമ കാണാനുള്ളതാണെന്ന്. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ കറക്റ്റ് 11 മണിയുടെ സിനിമയ്ക്ക് ഞാൻ
11 ആയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. അവിടെ ചെന്ന് ഞാൻ കറക്റ്റ് സമയം നോക്കിയപ്പോൾ ആ സമയം ഞാൻ മറക്കത്തില്ല. കറക്റ്റ് 11:11 ഞാൻ കണ്ടത്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് ഭയങ്കര മാസമായിട്ടൊക്കെയാണ് നടന്നു പോകുന്നത്. വീഡിയോ കത്തിക്കുന്നതൊക്കെ കാണിക്കുക കേട്ടോ എൻ്റെ വീഡിയോയ്ക്കകത്ത്. ഒന്നും വിചാരിക്കരുത്. അടുത്ത സൂം ചെയ്ത് പിന്നെ കഴിഞ്ഞിട്ട് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു. എല്ലാം ഓടിയാണ് ചെയ്യുന്നത്. വീഡിയോയ്ക്കകത്ത് ഭയങ്കര സ്ലോ മോഷൻ പോലെ തോന്നുന്നുണ്ടായിരിക്കും. ഇതെല്ലാം അതിൻ്റെ സ്ഥലത്ത് വെക്കണം. വീട്ടിൽ അമ്മ ഒന്നും ഇല്ല. അമ്മായി അണ്ണനൊക്കെ അമ്മായിയുടെ പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയേക്കുവാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ലാവിഷായിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. ഭയങ്കരമായിട്ട് മടി മാത്രമല്ല, സംസാരിക്കാനും മടിയാണ്. ആവി കളഞ്ഞിട്ട് തുറന്ന് നോക്കും. എനിക്ക് പേടിയാണ്. ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടേ കുക്കർ തുറക്കാൻ വേണ്ടി ഭയങ്കരം പേടിയാണ്. എങ്ങാണോ തുറക്കുമ്പോൾ പൊട്ടിത്തെറിച്ചാലോ എന്നുള്ള പേടിയാണ് സത്യം പറഞ്ഞാൽ. ഒരു തവണ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എൻ്റെ മാമായുടെ കല്യാണത്തിന് ഇങ്ങനെ അമ്മയുടെ മുഖത്തും മാമായുടെ മുഖത്തുമൊക്കെ വീണായിരുന്നു. അങ്ങനെ ഓരോരോ കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനെ എന്നിട്ട് തുണിയൊക്കെ വിരിച്ചുവിടുന്ന ട്രാൻസിഷനോ അങ്ങനെ ഉണ്ട്. കിടലോ അല്ലേ. എന്നിട്ട് ഞാൻ പോയി റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു. അടുത്ത ട്രാൻസിഷൻ എടുക്കാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെയൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുള്ള ട്രാൻസിഷനൊക്കെ എടുത്ത് വട്ടെന്നല്ലാതെ വേറെ ഒന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. ചടപടയെന്ന് ഓടിച്ചാടിയാണ് ഞാൻ അവിടെ എത്തിയത്. അടിപൊളി. ഞാൻ നേരെ വിചാരിച്ചു സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ച് ഇപ്പം സ്കൂളിൽ പോയാൽ ടീച്ചേഴ്സിനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നേരെ വിട്ട് സ്കൂളിലോട്ട് പോയി ടീച്ചേഴ്സിനെ എല്ലാം കണ്ട് ആൻറ്റിമാരെ കണ്ടപ്പോൾ ആൻറ്റിമാർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കാക്കുൻ്റെ അടുത്ത് പറഞ്ഞ് സെറ്റാക്കി ഐസ്ക്രീമൊക്കെ മേടിച്ച് അവർ ഹാപ്പിയായി. അങ്ങനെ അവർക്കെല്ലാം ഐസ്ക്രീം മേടിച്ച് കൊടുത്തു. ഇതേ അവിടുത്തെ ഒരു ടീച്ചർ വരച്ച പിക്ചറാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെയൊക്കെ പോയിരുന്നു ഇങ്ങനെ ഓർമ്മകൾ ഇറക്കുമായിരുന്നു. കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ പിന്നെ ഇറങ്ങി. എല്ലാവരും തിരക്കായി. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ കരിമ്പിൻ ജ്യൂസൊക്കെ എവിടെ പോയാലും കരിമ്പിൻ ജ്യൂസാണല്ലോ. അത് കുടിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഞാനും അലിക്കുട്ടനും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാം. നമ്മുടെ ഡാൻസ് വീഡിയോ ഇതൊക്കെ നേരത്തെ അപ്ലോഡായി കാണും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെ വീഡിയോ കണ്ടു. എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനൊരു സീനറി അടിപൊളിയാണ്. ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ്. ഹായ് ഗൈസ് പറ. നീ ചെറുതിലെ പോലെ ഫോൺ എടുത്ത് യൂട്യൂബിൽ വ്ളോഗ് എടുക്കണല്ലേ. അങ്ങനെ വൈകിട്ട് സ്കൂളിലോട്ട് പ്രോഗ്രാം കാണാൻ വിട്ടപ്പോഴത്തേക്ക് അരിക്കുട്ടനും പറഞ്ഞു വരുവാന്ന്. പിന്നെ ഞങ്ങൾ ഒരു കടയിൽ കയറി അവന് കിൻഡർ ജോയ് ഒക്കെ മേടിച്ചിട്ട് നേരെ നമ്മുടെ സ്കൂളിൽ വന്നു. സ്കൂളിൽ വന്നിട്ട് ഭയങ്കര എക്സൈറ്റഡായി. ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്ന പോലത്തെ ഒരു വൈബ് വേറെ എങ്ങും കിട്ടത്തില്ല. നമ്മൾ LKG തൊട്ട് +2 വരെ ഇവിടെ പഠിച്ചിട്ട് ഇപ്പം പഠിച്ചിറങ്ങിയിട്ട് തന്നെ ഒരു 6 വർഷത്തെ മേലെയായി. പക്ഷേ ഇപ്പം പോയാലും ആ സെയിം വൈബുള്ള ഫ്രണ്ട്സും സെയിം വൈബുള്ള ടീച്ചേഴ്സും ആ സെയിം സ്കൂളും ഒരു മാറ്റവും ഇല്ല. അത് നമ്മളെല്ലാവരും ഭയങ്കര ബ്ലെസ്ഡാണ്. എല്ലാവരും അങ്ങനെയാണോ എന്നറിയത്തില്ല. ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. അങ്ങനെ ഓരോ പ്രോഗ്രാംസൊക്കെ കണ്ട് അതിൽ ഇതിനകത്തിലെ ആ വലിയ പിള്ളേരുടെ കൂട്ടത്തിൽ കൊച്ചു ഡാൻസ് കളിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ. ഞാൻ അതിന് ജലസായിപ്പോയി. അങ്ങനെ ടീച്ചേഴ്സൊക്കെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ് ഗസ്റ്റിൻ്റെ കൂടെയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ നിന്നിങ്ങനെ ഓരോ പഴയ കഥകളും പഴയ കമൻ്റടികളും ഒക്കെ തന്നെ. അത് തന്നെ ഒരു ഓർമ്മയാണ്. പിന്നെ നമ്മുടെ പണ്ടത്തെ കഥകളൊക്കെ പെൺപിള്ളേർ മൈമിന് വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ സൈക്കോളജി സാറ് വന്നു. സാർ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ സാറ് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നു. എല്ലാവരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. നല്ല രസമായിരുന്നു. എനിക്ക് ഒട്ടും പറയാൻ വാക്കുകളില്ല ഒന്നിനും. ഇത് സ്കൂളിൽ എല്ലാ വർഷവും നടക്കുന്ന പോലെ തന്നെ 10ലെയും +2ൻ്റെയും ഒക്കെ ഫ്യൂഷൻ ഡാൻസ് കാണും. അത് കാണുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഓർമ്മ വരും. ഇവരിപ്പോൾ ഈ ഇട്ട് കളിക്കുന്ന പാട്ട് പോലും ഞങ്ങൾ പണ്ട് കളിച്ചിരുന്ന പാട്ടുകളൊക്കെ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. ഒന്നിനും ഒരു മാറ്റവും ഇല്ല. ടീച്ചേഴ്സിന് മാറ്റമില്ല. ഇപ്പോഴും എല്ലാം ഒരു ഓർമ്മയാണ്. വീണ്ടും 1 തൊട്ട് +2 വരെ പഠിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു പോയി. ഇനിയത് പറ്റില്ലല്ലോ.
ചെറുതായപ്പോൾ വിചാരിച്ചു വളരണമെന്ന്, വളർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ചെറുതാവണമെന്ന്. ഇതൊക്കെ തന്നെ. എല്ലാവരും നിന്ന് കഥകൾ പറയുകയാണ്. ഇതിപ്പോൾ നാഷണൽ ആന്തത്തെ ടൈം ആയതുകൊണ്ടാണ് അടങ്ങി നിൽക്കുന്നത്. അതിപ്പോൾ സ്കൂളിൽ തന്നെ ഇപ്പോഴും ഇത് തന്നെ. പിന്നെ പ്രോഗ്രാമിന് ശേഷം നമ്മുടെ വെടിക്കെട്ട് പരിപാടികൾ ആരംഭിക്കുക കേട്ടോ. അതെല്ലാ വർഷവും ഉള്ളത് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ കഥകൾ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ടീച്ചേഴ്സിനൊക്കെ കണ്ട് പിരിയും. ഇതാണ് എല്ലാ വർഷത്തെയും സംഭവം. ഇനി അടുത്ത വർഷം പോകാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10-11 മണിയായി. പിന്നെ നേരെ വീട്ടിൽ വന്ന് രാത്രി നല്ല വിശപ്പായിരുന്നു. പക്ഷേ എനിക്ക് എല്ലായിടത്തും വണ്ടി നിർത്താൻ ഭയങ്കര പേടിയായത് കാരണം ഞാൻ വീട്ടിൽ വന്നു. പിന്നെ ഫിറോസിച്ച വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി തട്ടുകടയിൽ പോയി ദോശയും ചമ്മന്തിയും മുട്ട ഓംലറ്റും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. അതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തട്ട് ദോശയൊക്കെ. പിന്നെ ഞാൻ എണ്ണിച്ചത് നട്ടുച്ചയ്ക്കാണ്. പിന്നെ കുഞ്ഞുമാരുടെ ഫ്രൈഡ് റൈസും ചിക്കനല്ല മട്ടൻ കറിയും ഒക്കെ കഴിച്ചു. പിന്നെ ഉമാരെയൊക്കെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നു. കണ്ടോ, ഉച്ചയായപ്പോൾ വന്നിട്ട് ഒരുത്തം കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഞാനും അച്ചുവും കൂടെ ഞങ്ങളുടെ കസിൻ ആദിലിനെ കാണാൻ വേണ്ടി പോവാം. ഞങ്ങൾ വല്ലപ്പോഴുമൊക്കെ കാണാറുള്ളൂ, വല്ലപ്പോഴുമൊക്കെ ഞങ്ങൾ ഒത്തുകൂടാറുള്ളൂ. ഗ്രൂപ്പിലൊക്കെ എല്ലാവരും മെസ്സേജ് അയക്കുമെങ്കിലും ഞങ്ങളങ്ങനെ ഇറങ്ങി. എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഒരു റോഡാണ് ആദിലിൻ്റെ വീട്ടിൽ പോകുന്നത്. അത് എത്ര വട്ടം പോയാലും തെറ്റിപ്പോൾ ഇവനും അത് തന്നെ. ഞങ്ങൾക്ക് വീണ്ടും വഴി തെറ്റി. ലാസ്റ്റ് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് അവൻ്റെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഒരു റോഡിൽ കൂടെ കയറിയിട്ട് മറ്റേ റോഡിൽ കൂടെ ഞങ്ങൾ ഇറങ്ങി വന്ന് എന്നിട്ട് വീണ്ടും ആദ്യം തൊട്ട് പോയി. ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഇങ്ങനെയൊക്കെ അവൻ്റെ വീട്ടിലെത്തിപ്പെട്ട് ഗൈസ്. അങ്ങനെ ദേ അവനെ കണ്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം സംസാരിച്ച് പിന്നെ അപ്പുറത്ത് മമ്മിയും പപ്പായും ഒക്കെ പോയി കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ വിട്ടു ഗൈസ് ഞങ്ങൾ അഴീക്കൽ പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ എൻ്റെ കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. എല്ലാ പ്ലാനും 3G ആയിപ്പോയി. കാരണം വീഡിയോസ് വൃത്തിയായിട്ട് കിട്ടിയില്ല, വെട്ടമില്ലായിരുന്നു. എൻ്റെ വണ്ടിയുടെ ലൈറ്റായിരുന്നു ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത്. പിന്നെ കുറേ നേരം പട്ടി ഷോ കാണിച്ചതല്ലാതെ നല്ല വീഡിയോസൊന്നും കിട്ടിയില്ല. അങ്ങനെ രാത്രിയായി. ഞങ്ങൾ ദേ കായംകുളം എത്തിയതേ ഉള്ളൂ. വെറുതെ അങ്ങ് പോവാ, ജസ്റ്റ് ഒരു റൈഡ് അത്രേ ഉള്ളൂ. നല്ല തിരക്കാണ് റോഡിലൊക്കെ. അങ്ങനെ എനിക്കിവിടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായി ഞാൻ അഴീക്കൽ പോയിട്ട്. അതിനുശേഷം പോകുന്നതാണ്. ബീച്ചിലൊക്കെ പോയിട്ട് കുറേ നാളായി. പക്ഷെ ബീച്ചിൻ്റെ അവിടോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ജസ്റ്റ് ആ പാലത്തിൻ്റെ അവിടെ പോയി നിന്നിട്ട് ഞങ്ങളിങ്ങനെ പോരുന്നു. നല്ല രസമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പോകുന്നവർ എല്ലാവരെയും മിസ് ചെയ്തു. സച്ചുവിനെയും പിന്നെ ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ട്, അസ്ലു, സച്ചു, പിന്നെ മമ്മൂട്ടി, എല്ലാവരും. അവന്മാരും ഇല്ലായിരുന്നു, ഞങ്ങൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് പോയിട്ട് തിരിച്ചു വന്നു. പ്ലാൻ ഇട്ട് പോയാലൊന്നും ഒന്നും നടക്കത്തില്ല. പ്ലാൻ ഇടാതെ പോയതുകൊണ്ട് അങ്ങനെ നടന്നു. അങ്ങനെ നമ്മുടെ നൈറ്റ് റൈഡൊക്കെ ആസ്വദിച്ചു. ഞങ്ങളിതേ പോയി. അവിടെ എത്തുന്നതേ ഉള്ളൂ. ഞാൻ കഥ പറഞ്ഞ് കഴിഞ്ഞു അല്ലേ. ദേ പാലത്തിൻ്റെ അവിടെ എത്തി. അവിടെ ചെന്നിട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ പോയി കുറേ നേരം പീസായി ചില്ലടിച്ചിരുന്നു. അങ്ങനെ അതേ അവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച് അവന്മാരിതേ ഫോട്ടോ എടുക്കൽ പരിപാടിയായപ്പോൾ ഞാൻ അവിടെയൊക്കെ നിന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പീസായിട്ടിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ അവിടെ ഇരിക്കാനും നല്ല രസമാണ്. ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നു, അവിടെ ഇരിക്കുന്നു. ഇവിടെ ഒരു കോമഡിയും നടന്ന്. അവന്മാരതൊരു പുതിയ റൈഡാക്കി. ഇഷ്ടപ്പെട്ട് ഇറങ്ങാൻ നേരം ചന്ദ് അത്ര മതി, അത്ര അച്ചു ഒടിഞ്ഞിങ്ങി വീഴണം. അങ്ങനെ ഡാൻസ് എടുക്കാനുള്ള ഒരു റീൽ എടുക്കാനുള്ള ഒരു പരിപാടിയൊക്കെ നോക്കിയിട്ടൊന്നും നടന്നില്ല. ബാക്ക്ഗ്രൗണ്ട് നൈസായിരുന്നു, പക്ഷേ വെട്ടവും ഇല്ല. എനിക്കെൻ്റെ കോസ്റ്റ്യൂമും ഇഷ്ടപ്പെട്ടില്ല. ഞാനാണെങ്കിൽ എന്തോ പെട്ടെന്ന് എടുത്തിട്ട ഡ്രസ്സാണ്. സച്ചുവിൻ്റെ ഒരു ടീഷർട്ടും എൻ്റെ ഒരു പാൻറ്റും ഒരു ജാക്കറ്റും ഒരു
ഹോംലെസ് ലുക്കായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട സ്പോട്ടിൽ കയറി നമ്മൾ ഷവർമയും ഒക്കെ ഓർഡർ ചെയ്ത് ഞാൻ വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിൽ ആ കള്ളപ്പന്നിയാണെങ്കിൽ ബില്ലും അടച്ച്. ഞാൻ മര്യാദയ്ക്ക് അടച്ച് ഭയങ്കര ഷോ കാണിക്കാൻ വേണ്ടി ഇരുന്നേ, അപ്പോഴത്തേക്ക് അവൻ അത് അടച്ച്. ഇനി അത് ചിന്തിച്ചില്ലായിരുന്നു എന്ത് ചെയ്യാനാണ്. പിന്നെ നമ്മൾ ഷവർമ ഒട്ടും പ്രതീക്ഷയില്ലാതെ മേടിച്ചതാണ്, ജ്യൂസും ഷവർമയൊക്കെ. പക്ഷേ അടിപൊളിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഷവർമയ്ക്കൊക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. കാത്തിരുന്ന് അത് കിട്ടി. പിന്നെ ഞങ്ങൾ ഇരിക്കാനുള്ള സ്ഥലം കണ്ടെത്തുമായിരുന്നു. അത് ബീച്ച് സൈഡിൽ തന്നെ നമുക്ക് ഇരിക്കാനുമുണ്ട്. എനിക്ക് സ്പോട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പാവം അവിടെ വന്നിരുന്നു. പക്ഷെ അതിനെ ഫീഡ് ചെയ്യരുതെന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു പോയി. അപ്പം നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ചേച്ചാ ബൈ ബൈ ഉമ്മ.